മതനിരപേക്ഷ ഇന്ത്യക്കായി യുവജന മുന്നേറ്റം എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പൊരുതുന്ന വിപ്ലവ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ നവംബർ 3-ാം തീയതി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐയുടെ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എറിൻ ആന്റണി ജാഥ ക്യാപ്റ്റനും ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് രഹന ടി.ജി ജാഥയുടെ വൈസ് ക്യാപ്റ്റനും ഡിവൈഎഫ്ഐയുടെ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് കെ.എസ്. അനൂപ് ജാഥയുടെ മാനേജറുമായിട്ടുള്ള കാൽനട പ്രചരണ ജാഥയാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നുവരുന്നത്. സന്ധിയിൽ ഇതന്ത്യയുദ്ധമായി മതാധിപത്യ ശക്തി തന്നലർച്ച കേൾക്കയായി മുഖാമുഖം അടർക്കളത്തിൽ ഞങ്ങൾ നിൽക്കയായി അതാ ജനാധിപത്യ നെഞ്ചിടിപ്പു കേൾക്കയായി. ഇന്ത്യൻ യുവത്വത്തിന്റെ രാഷ്ട്രപോളങ്ങളെ പുരോഗമന രാഷ്ട്രീയ ബോധം കൊണ്ട് ആയുധമണിയിച്ച് രാജ്യത്തിന്റെ സൽപാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ അധികാരവർഗത്തിന്റെ നെറികേടുകൾക്കെതിരെ നടന്ന മഹാപ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയിലെ കരുത്തൂറ്റ വിപ്ലവ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യക്കായി യുവജന മുന്നേറ്റമെന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കാൽനട പ്രചരണ ജാഥയാണ് പ്രിയമുള്ളവരെ നിരവധി ഊഷ്മളങ്ങളായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നിട്ട വഴികളിൽ ഹൃദയത്തിന്റെ പൂച്ചെണ്ടുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കടന്നുവരികയാണ്. അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ അറബിക്കടലിൽ നിന്നും അലയടിച്ചുയരുന്ന തിരമാല പോലെ അലയടിച്ചുകൊണ്ട് നക്ഷത്രാങ്കിത ശുഭ്രപതാക വാനിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ടനാളങ്ങളിൽ നിന്ന് ഒരിക്കലും പതറാതെ ഒരിക്കലും ഇടറാതെ ഇൻകുലാബിന്റെ ഈരടികൾ മുഴക്കി വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നവലിബറൽ നയങ്ങളെയും വർഗീയ നിലപാടുകളെയും ജനമനസ്സുകൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് സന്ധിയില്ലാത്ത സമര പോരാട്ടത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് ഇതാ പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. സമത്വ ചിന്തയും ജനാധിപത്യ ബോധവും അതിൽ തുടിച്ചു നിന്നിടും മനസ്സു കേരളം. ഇതാ ചരിത്ര സന്ധിയിൽ ഇതന്ത്യയുദ്ധമായി മതാധിപത്യ ശക്തി തന്നലർച്ച കേൾക്കയായി. മുന്നേറ്റത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും വീരഗാഥകൾ രചിച്ച് വളർച്ചയുടെ പടവുകൾ താണ്ടി യുവജനങ്ങളുടെ അംഗീകാരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യക്കായി യുവജന മുന്നേറ്റമെന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എറിൻ ആന്റണി ജാഥ ക്യാപ്റ്റനും ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് രഹന ടി.ജി ജാഥയുടെ വൈസ് ക്യാപ്റ്റനും ഡിവൈഎഫ്ഐയുടെ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് കെ.എസ്. അനൂപ് ജാഥയുടെ മാനേജറുമായിട്ടുള്ള കാൽനട പ്രചരണ ജാഥയാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നുവരുന്നത്. ഇന്ത്യൻ ജനതയുടെ വ്യവഹാരങ്ങളുടെ സമസ്ത മേഖലകളിലും പ്രതിലോമകരമായ നയങ്ങളാണ് മോദി സർക്കാർ അനുദിനം നടപ്പിലാക്കി വരുന്നത്. വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സംഘപരിവാർ ഭരണത്തിന് കീഴിൽ താറുമാറായ സമ്പദ്ഘടനയും ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിവിശേഷവുമാണ്. തൊഴിലില്ലായ്മ ആകാശമുട്ടെ വളരുകയാണ്. യുവതകൾക്കിടയിലെ 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് തൊഴിലില്ലായ്മ 10.8%. പ്രതീക്ഷയറ്റ ഇന്ത്യൻ യുവത്വം തെരുവിലലയുമ്പോൾ കുത്തക മുതലാളിമാർക്ക് സബ്സിഡി നൽകിയും കടം എഴുതി തള്ളിയും ഭരണകൂടം സമ്പന്ന പക്ഷത്ത് നിലയുറപ്പിക്കുകയാണ്. തൊഴിലില്ലായ്മ മൂലം അലയുന്ന യുവജനതയുടെ ബാക്കി നിൽക്കുന്ന ചുരുക്കം ചില പ്രതീക്ഷകളുടെ കൂടി വേരുമുറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചത്. അഗ്നിപഥ സ്കീം അടക്കമുള്ള പദ്ധതികൾ രാജ്യത്തെ സുരക്ഷയെ കാത്തുസൂക്ഷിക്കുന്ന സായുധ സേന
സേനകളിൽ ഇത്തരത്തിലുള്ള തൊഴിൽ മാറ്റം രാജ്യത്തെ യുവജനതയുടെ പ്രതീക്ഷ ഇല്ലാതാക്കിയിരിക്കുകയാണ്. സായുധ സേന എന്നല്ല, ഏതു മേഖലയുടെയും സ്വകാര്യവൽക്കരണമാണ് BJP സർക്കാരിന്റെ നയം. കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന സർക്കാർ ജോലികളുടെ ഇന്നത്തെ നില പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. 60 ലക്ഷം സർക്കാർ ജോലികളാണ് രാജ്യത്ത് ഒഴിഞ്ഞുകിടക്കുന്നത്. 2019 നാഷണൽ ക്രൈം റെക്കോർഡ് പ്രകാരം തൊഴിലില്ലായ്മയും പട്ടിണിയും മൂലം മണിക്കൂറിൽ ഒരു ഇന്ത്യൻ പൗരൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം. അപകടകരമായ മറ്റൊരു പ്രതിസന്ധിയിലാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ഫെഡറൽ തത്വങ്ങളെയും അട്ടിമറിക്കാൻ ഭരണകൂടം തന്നെ നേതൃത്വം കൊടുക്കുന്നു. വർഗീയ കലാപങ്ങൾ നാടുമുഖരിതമാകുന്നു. ന്യൂനപക്ഷ വേട്ടയ്ക്ക് രാജ്യഭരണകൂടം നേതൃത്വം നൽകുകയാണ്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിനുള്ള ശ്രമങ്ങളും തകൃതിയായി നടന്നുവരികയാണ്. ഇതിനെല്ലാം എതിരായി ഇന്ത്യയിലെ വിപ്ലവ യുവജന പ്രസ്ഥാനം DYFI തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യക്കായി യുവജന മുന്നേറ്റം എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവംബർ 3-ാം തീയതി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ഗ്രാമാന്തരങ്ങളിലും നഗരവീഥികളിലും എത്തിക്കുന്നതിനു വേണ്ടി DYFIയുടെ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DYFIയുടെ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എറിൻ ആന്റണി ജാഥ ക്യാപ്റ്റനും DYFIയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് രഹന TG ജാഥയുടെ വൈസ് ക്യാപ്റ്റനും DYFIയുടെ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് KS അനൂപ് ജാഥയുടെ മാനേജറുമായിട്ടുള്ള കാൽനട പ്രചരണ ജാഥയാണ്. പ്രിയമുള്ളവരെ, വാഹനത്തിന്റെ